അടുത്തതായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് എക്സാമിനേഷനെ പറ്റിയിട്ടാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയുടെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ത്യൻ ആർമി റിലേറ്റഡ് ആയിട്ട് ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയുടെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് ഡൗട്ട് ചോദിച്ചു, ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ആണോ, അതുപോലെ തന്നെ അറ്റസ്റ്റഡ് കോപ്പീസ് എന്തൊക്കെയാണ്, അതായത് ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ എന്തൊക്കെ കോപ്പീസ് നിങ്ങൾ കൂടെ കരുതണം, അതുപോലെ തന്നെ എന്തൊക്കെ നിങ്ങൾ ആഡ് ചെയ്തില്ലെങ്കിൽ റിജക്ഷൻ ആയി പോകും. അപ്പോൾ അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിലബസിൻ്റെ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ വ്യക്തമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കണ്ട് മനസ്സിലാക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ മനസ്സറിഞ്ഞ് തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ ജോബ് ന്യൂസുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ അറ്റസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് ഏതാണോ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതുപോലെ എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അതിൻ്റെ അനുസൃതമായിട്ടുള്ള എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്. അടുത്തതായിട്ട് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത്. മൂന്നാമതായിട്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത്. നാലാമതായിട്ട് ഫോട്ടോ കോപ്പീസ് ഓഫ് നിങ്ങളുടെ ഡിസ്ചാർജ്, അതായത് എക്സ് സർവീസ് മെൻസിനും ഇവിടെ അവസരമുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും നിങ്ങൾ ഉൾപ്പെടുത്തുക. ഇനി എന്തൊക്കെ ഇല്ലെങ്കിലാണ് നിങ്ങളെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് നോക്കാം. അതായത് നിങ്ങൾ എന്തെങ്കിലും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഐഡീസിൽ നിന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് ഇംപ്രോപ്പറായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിലും അവർ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ നിങ്ങൾ സമർപ്പിച്ചാലും റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലെ അവിടുത്തെ ബോർഡ് ഓഫീസേഴ്സ് നിങ്ങളെ മറ്റേതെങ്കിലും ഒരു റീസൺ കാരണം റിജക്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് മേലിൽ ഒഫൻസുകൾ ചുമത്തി അങ്ങനെയും നിങ്ങൾക്ക് റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് എക്സാമിനേഷനെ പറ്റിയിട്ടാണ്. 4 സ്റ്റെപ്പുകളായിട്ടാണ് എക്സാമിനേഷൻ നടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറയും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, 25 ക്വസ്റ്റ്യൻസ് ആണ്, 25 മാർക്സ് ആണ്. അതുപോലെ തന്നെ പേപ്പർ 2 ജനറൽ അവയർനെസ് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം 50 ക്വസ്റ്റ്യൻസ് 50 മാർക്കാണ് പറയുന്നത്. പേപ്പർ 3 ജനറൽ ഇംഗ്ലീഷ് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 50 മാർക്ക്. പേപ്പർ 4 ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 25 മാർക്സ് ആയിരിക്കും. ടോട്ടൽ 2 അവേഴ്സിൻ്റെ എക്സാം ആയിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് സിലബസിൽ നിങ്ങൾ ജനറൽ ഇൻ്റലിജൻസിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് 10ാം ക്ലാസ്സിൻ്റെ. അതായത് നോൺ വെർബൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അനലോഗ്സ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, സ്പേസ് വിഷ്വലൈസേഷൻ, പ്രോബ്ലം സോൾവിങ്, അങ്ങനെ ഒത്തിരി പറയുന്നുണ്ട്. ജനറൽ അവയർനെസ് എടുക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ എക്സാമിന് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അത് നിങ്ങൾ വിട്ടുപോകരുത്. ഈ എക്സാമിന് ഏറ്റവും കൂടുതൽ അതായത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയുടെ സഫേവാല അങ്ങനെ കുറേ പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അതിലെല്ലാം 10ാം ക്ലാസ് യോഗ്യതയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. സ്പോർട്സ്, ഹിസ്റ്ററി, കൾച്ചർ, ജോഗ്രഫി, ഇക്കണോമിക്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ആ ഒരു PDF ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും. എല്ലാം 10ാം ക്ലാസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓഫ്ലൈനായിട്ട് സമർപ്പിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോയിലൊന്നും പറയേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ താഴെയാണ് അതിൻ്റെ PDF കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. മാക്സിമം സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഓക്കെ.